ഇതിൽ തന്നെയാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിക്ക് പകരമായിട്ട് സീഡ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇനി ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ്റെ സ്ക്യൂബും പൊടിച്ചെടുത്തുള്ള പൊടിയും സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി പാനിലെ ഉള്ളി വഴന്ന് വരുന്ന ടൈമിൽ അതിലേക്ക് തക്കാളിയും ക്യാപ്സിക്കവും ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ചിക്കൻ്റെ സ്ക്യൂബ് ചേർത്ത് കൊടുക്കുക, പിന്നെ പൊടിച്ചെടുത്തുള്ള പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചിക്കനെ മാരിനേറ്റ് ചെയ്തും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ചിക്കൻ ഒന്ന് വെന്ത് വന്നാൽ അതിലേക്ക് കൊറിയാണ്ടർ ലീവ്സ് നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് അതിൽ നിന്നും വെള്ളം ഉയർന്ന് വരുമ്പോൾ ആ വെള്ളം മാറ്റി വെക്കുക. കുറച്ച് ഗ്രേവി മാറ്റി വെക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് റൈസ്